വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് രണ്ടുമൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഷവർമ്മയുടെ ജാതി എന്താണ്, മതം എന്താണ്? പെട്ടെന്ന് പറയണം. ഉത്തരം പറയുന്നവർക്ക് ഗിവ് അവേ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഉത്തരം കണ്ടുപിടിച്ച് വെച്ചേക്കുവാണ്. ഞങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനമില്ല. അപ്പം നമ്മുടെ ഷവർമ്മയുടെ ജാതി മതവും കണ്ടുപിടിച്ചുകൊണ്ടൊരു വ്യക്തി NR മധു രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഷവർമ്മ, ശവം കഴിക്കുന്നവൻ വർമ്മ, അങ്ങനെയാണ് ഷവർമ്മ എന്ന് പേര് വന്നത്. പിന്നാണെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ഗ്രാമ നഗര പ്രദേശങ്ങളിലൂടെ നടക്കാൻ വയ്യ, മാംസം കരിയുന്ന സ്മെല്ല് കൊണ്ടൊന്നും ജീവിക്കാൻ വയ്യ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം ഒരു വിശദമായ ഒരു വിവരണം നമുക്ക് തരുന്നുണ്ട്, നമ്മളെങ്ങനെ ജീവിക്കണമെന്നും അതുപോലെ തന്നെ ഷവർമ്മ എന്താണെന്നും ഏതാണെന്നും ഒക്കെ പറഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ, കുറച്ച് വിവരങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ തരുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമല്ലേ. വിലപ്പെട്ട വിവരങ്ങളാണ്, ആരും മിസ് ചെയ്യരുത്, എല്ലാവരും കാണണം കേട്ടോ. കണ്ടിട്ട് തിരിച്ചു വന്ന് കമൻറ്റും അറിയിക്കണം, ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള കമൻറ്റുകൾ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം. ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ്. നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത്. അതൊക്കെ ഏത് ഭക്ഷണമാണ്? ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല. കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, പക്ഷേ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു. നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത്. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. ആഹാരം തൃപ്തി. അപ്പം എല്ലാവരും നമ്മുടെ ചേട്ടൻ്റെ വീഡിയോ കണ്ടല്ലോ. ചേട്ടൻ പറയുന്ന മഹത് വചനങ്ങൾ എഴുതി വെക്കേണ്ട കാര്യങ്ങളാണ്, പിന്നീട് കിട്ടത്തില്ല. നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചോണം. പിന്നെ ആരും കേട്ടില്ല കണ്ടില്ല എന്നൊന്നും പറയരുത്. ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെ പറയാം. എന്തുവാ, ഈ ഷവർമ്മ കഴിച്ച് ഏതെങ്കിലും ആയിഷ മരിച്ചോ, ഏതെങ്കിലും തോമസ് മരിച്ചോ? ഇല്ല, ശവം തിന്ന് വർമ്മയാണ് മരിച്ചത്. അതുകൊണ്ടാണ് ഷവർമ്മ എന്ന് പേര് വന്നത്. അറിയാത്ത കാര്യങ്ങളാണ്, കുറിച്ച് വെച്ചേക്കുക. അടുത്ത SSLC +2 PSC എക്സാമുകൾക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇത്രയും നാളായിട്ട് നമ്മൾ ഷവർമ്മയുടെ ജാതി മതമൊന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു, ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വർഗീയത എങ്ങനെ കൊണ്ടുവരാമെന്ന് PhD എടുക്കുന്നവരാണ് കേട്ടോ ഇവരൊക്കെ. നമ്മൾ മതേതര രാഷ്ട്രമാണ്, അതുപോലെ തന്നെ നമുക്കിവിടെ അങ്ങനെ ജാതി മതം മറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോഴും എനിക്കൊന്നും ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളൊന്നും ഇങ്ങനെ ജാതി മതമൊന്നും നോക്കുന്നൊന്നുമില്ല. പണ്ടത്തെ ആളുകൾക്കാണ് കുറച്ചും കൂടെ ഒക്കെ ഈ ഒരു രീതിയൊക്കെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം എന്താ പറയുക, നമ്മുടെ ഇദ്ദേഹത്തിന് വേടനെ ഇഷ്ടമല്ല. ഇദ്ദേഹം പറയുന്നത് വേടൻ ആളെ കൂട്ടാനുള്ള കോപ്രായമാണ്, ക്ഷേത്രങ്ങളിൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് വേടൻ്റെ പരിപാടി വെക്കുന്നത്. പിന്നല്ലാതെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകളാണ് നമ്മൾ ഉത്സവങ്ങളിലും മറ്റ് ചടങ്ങുകളിലൊക്കെ നിന്നാൽ മാത്രമേ നമുക്ക് ആൾ കൂടുകയുള്ളൂ, അവിടെയുള്ള പബ്ലിസിറ്റി ഉണ്ടാവുകയുള്ളൂ, ആ ക്ഷേത്രത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരത്തേ ഉള്ളൂ അല്ലേ. ഇപ്പം ഒരു ഉത്സവം വരുന്നു, ഇഷ്ടംപോലെ ആൾ കൂടുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ഒരുപാട് കച്ചവടങ്ങളും കമ്പോളങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൂടെ ക്ഷേത്രത്തിന് വരുമാനം ഉണ്ടാവും. വേടനെ പോലുള്ള ആൾ വരുവാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ കമ്മിറ്റിക്കാരൊക്കെ പിരിച്ചൊക്കെ ആയിരിക്കുമല്ലോ വേടനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് പൈസകളൊക്കെ ഇട്ട് അടുത്ത വർഷത്തെ പരിപാടി ബുക്ക് ചെയ്യാനും സ്പോൺസർ ചെയ്യാനും ആളുകൾ വരും. അങ്ങനെ ആ ക്ഷേത്രത്തിന് ഒരുപാട് പബ്ലിസിറ്റി ഉണ്ടാവും. അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് വേടനെ അവർ കൊണ്ടുവരുന്നത്. ക്ഷേത്രത്തിന് മാത്രമല്ല, എല്ലായിടത്തും വേടനെ കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. അപ്പം അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പിംഗ് കൂടെ ഉണ്ട്, ഒരു പാടുണ്ട്. എന്തായാലും നമുക്ക് ഇതും കൂടെ ഒരെണ്ണോടി കാണാം കേട്ടോ. കാര്യം അത് നിങ്ങൾ
വ്യക്തമായിട്ട് കാണണം, സൂക്ഷ്മതയോടെ നിരീക്ഷിക്കണം. കാര്യം ഇദ്ദേഹത്തിൻ്റെ വചനങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. എന്തായാലും നമുക്കത് കണ്ടിട്ട് വരാം. ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും. വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല. പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ്. വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട്. സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ്. അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എന്തെങ്കിലുമൊക്കെ പറയണം. ഇവർക്കൊന്നും അങ്ങനെ വ്യക്തമായ കാര്യങ്ങൾ അങ്ങനൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ജനശ്രദ്ധ നേടണം. അതുപോലെ തന്നെ ഇപ്പോൾ വേടൻ ഒരു റിലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് എന്നും, മീൻസ് വേടനെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുമെന്നും തൻ്റെ പബ്ലിസിറ്റി കൂടുമെന്നും മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഇദ്ദേഹം ഇപ്പോൾ വേടനെ കുറിച്ചൊരു ഇതെടുത്തിട്ടത്. ഇപ്പോൾ വേടൻ്റെ പ്രോഗ്രാം വെക്കുന്നതും ക്യാബ്ര വെക്കുന്നതും ഒക്കെ ഒരുപോലെയാണ്. മീൻസ് ഇനി അടുത്ത ആൾ കൂടാൻ വേണ്ടി ക്യാബ്ര വെക്കുമല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. സംസ്കാരശൂന്യമായ രീതിയിലുള്ള വർത്തമാന രീതികളാണ് ഇദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ട് വേടനെ ഇഷ്ടപ്പെടാതിരിക്കണം? അത് വേടൻ മനുഷ്യനല്ലേ. ആ വേടനെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് വേടൻ്റെ പാട്ടും ആ ലിറിക്സും അവനോട് ജനങ്ങളോടുള്ള ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ ആയിരിക്കണം. വേടനെ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കിളിമാനൂർ ഒരു വേടൻ്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തില്ലായിരുന്നു. ആ ടൈമിൽ അവിടെ ജനലക്ഷങ്ങളാണ് കൂടിയത് ആ ഒരു പ്രോഗ്രാം കാണാനായിട്ട്. പക്ഷെ അവിടെ പ്രോഗ്രാം നടന്നില്ല. അവിടെ കമ്മിറ്റി അവർ അറേഞ്ച്മെൻറ്റ് ചെയ്ത ഒരാൾ ഷോക്കടിച്ച് മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വേടൻ ഒരു മരണം നടന്നെടുത്ത് വന്ന് ആടിപ്പാടി ഉല്ലസിക്കാനായിട്ടുള്ള ഒരു മനസ്ഥിതി ഇല്ലാത്തതുകൊണ്ടാണ് വേടൻ അവിടെ വരാതിരുന്നത്. പക്ഷെ അത് കമ്മിറ്റിക്കാർ ഈ കാരണങ്ങൾ കൊണ്ടാണ് വേടൻ വരാഞ്ഞെന്ന് പറഞ്ഞില്ല. വേടന് വരാൻ സാധിക്കാത്തത് ജനത്തിരക്ക് കൊണ്ട് മൂലവും അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി. അങ്ങനെ വലിയ പ്രശ്നമൊക്കെ ആയി. നമ്മളതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും. അതായത് ഒരു ചെളി ഉള്ളൊരു പ്രദേശമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ലക്ഷക്കണക്കിന് ചെരുപ്പുകളൊക്കെയാണ് ഇട്ടത്. വെച്ചാൽ അത്രമാത്രം ആളുകളുടെ കൂടിയായിരുന്നു. ഒരാൾക്ക് പിരിഞ്ഞു പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പോലീസുകാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെ ചെയ്തു. അപ്പം അതിനും വേണ്ടി അത്രയും അധികം ആളുകൾ എന്ത് ചെയ്യുന്നു, വേടനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ക്ഷേത്രത്തിൽ മുഖത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവമാണ്. 9ാം ഉത്സവത്തിന് വേടൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വേടനെ പോയി കാണാൻ വേണ്ടി ഞങ്ങളും വെയിറ്റിംഗ് ആണ്. എന്തായാലും വേടൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു വീഡിയോ വരുന്നുണ്ട്. വേടൻ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കണ്ടിട്ടായിരിക്കണം എന്ന് തോന്നുന്നു. വേടൻ്റെ ഒരു വീഡിയോ ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം. ബോധമുള്ള ആൾക്കാരെ കേട്ടിരുന്നോളോ ദയവ് ചെയ്ത്. വേടൻ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒന്ന് കേൾക്കാം. അപ്പൊ സമാധാനമായിട്ട് നിങ്ങളുടെ സാമൂഹിക അവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കണം എന്നൊക്കെയുള്ള ബോധമുള്ള ആൾക്കാരെ കേട്ടിരുന്നോളോ ദയവ് ചെയ്ത്. കോളേജിലൊക്കെ പോണ പിള്ളേരാണ്, ഭയങ്കര പൊളിറ്റിക്കലി അറിവുള്ള പിള്ളേരൊക്കെ ആയിട്ട് വളർന്നോളൂ പ്ലീസ്. കാരണം നിങ്ങൾ മാത്രമുള്ള ഇനി കാരണന്മാരെ പൊട്ടത്തരം കാണിച്ച് നടക്കണാണ്. നമ്മുടെ രാഷ്ട്രീയ സാധനങ്ങളൊക്കെ കാണണല്ലേ നിങ്ങൾ? എല്ലാ ദിവസവും വാർത്തയും ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ? ഭയങ്കര അറിബോറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ. നിങ്ങൾ മാത്രം ആകെ ഒരു ഹോപ്പുള്ളോ. നമ്മളിവിടെ നിലനിൽക്കാൻ, നമ്മളിവിടെ സമാധാനത്തോടുകൂടി നമുക്ക് ഈ രാജ്യം അനുവദിച്ചു തരുന്ന എല്ലാ നിയമ സംവിധാനത്തിനും താഴെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് ഡോക്ടർ അംബേദ്കറും അയ്യങ്കാളിയുള്ള കാരണങ്ങൾ നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും വേടൻ്റെ ഫാൻസുകൾ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ വേടനെ കാണുക, വേടൻ്റെ പാട്ട് കേൾക്കുക എന്നൊക്കെ പറയുന്ന ഇപ്പം എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. കാര്യം അദ്ദേഹം വളരെയധികം നല്ല രീതിയിലാണ് കേട്ടോ ആളുകളെ പിടിച്ചിരുത്തുന്നത്. എന്നുവെച്ചാൽ ആ ഒരു സംഭാഷണ ശൈലി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ഒരു വ്യക്തി, അദ്ദേഹം ആ ഒരു പേര് നിലനിർത്തുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായപ്പോൾ ക്ഷമ ചോദിക്കുകയും തന്നെ ആരും അനുകരിക്കരുതെന്ന് പറയുകയും ചെയ്തു. പിന്നീടും പ്രോഗ്രാമുകളിൽ വന്നിട്ട് വീണ്ടും സഹോദരങ്ങളോട് തന്നെ അനുകരിക്കരുത്, താൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ തുറന്നു പറയാനൊക്കെ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, ഹാറ്റ്സ് ഓഫ് യു നമ്മൾ അങ്ങനെ തന്നെ പറയണം. എന്തായാലും വേടൻ ഇഷ്യൂ
വേടന് ഇഷ്യൂ എന്നല്ല, വേടനും വ്യൂസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് എന്നാണോ നമ്മളത് എങ്ങനെ പറയണ്ടേ, ഒരുപാട് ട്രെൻഡിങ് ആണെന്ന് തന്നെ പറയണം. അതായത് വേടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൾ കൂടും. വേടനെ കാണാനായാലും വേടൻ്റെ പാട്ട് കേൾക്കാനായാലും വേടനെ കുറിച്ച് അറിയാനും വേടൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ജനലക്ഷങ്ങൾ എന്തായാലും കൂടും. അതിപ്പോൾ എടുത്ത് ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് കാര്യം പറഞ്ഞും വട്ടം ചുറ്റി വന്ന് വേടനിലെത്തി അങ്ങ് പബ്ലിസിറ്റി ആവുക എന്നുള്ളതാണ് ആളുകളുടെ ലക്ഷ്യം. വേടനെ കുറിച്ച് ഇങ്ങനെ എങ്ങനെ വേടനെ അടിച്ച് താക്കാൻ ശ്രമിക്കുന്നു അതനുസരിച്ച് വേടൻ ഇങ്ങനെ ഉയർന്ന് മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുക. വേടൻ ഇരിക്കുന്ന തട്ട് എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നു. എത്രമാത്രം വേടനെ താഴ്ക്കാൻ ശ്രമിക്കുന്നു അത്രമാത്രം വേടന് ഫാൻസും അതുപോലെ തന്നെ വേടൻ്റെ പബ്ലിസിറ്റിയും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും വേടനെ കാണാൻ ഞങ്ങളും വെയിറ്റിംഗ് ആണ്. അപ്പം മറ്റ് കാര്യങ്ങളുമായിട്ട് അത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ എടുത്ത് എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി ഇദ്ദേഹം പുതിയ അപ്ഡേറ്റുകളുമായിട്ടും എല്ലാം വരുന്നുണ്ടോ, അതായത് പുതിയ എക്സ്പ്ലനേഷൻ വീഡിയോസും എല്ലാം വരുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വചനങ്ങൾ വളരെ മഹത്വമാണ്. എല്ലാവരും റെക്കോർഡ് ചെയ്ത് വെക്കണം കേട്ടോ. ഇങ്ങനെയും വർഗീയത തുപ്പാൻ ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെയധികം പുച്ഛം തോന്നുന്നു. എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ ടാറ്റ, ബൈ ബൈ, സി യു.